ഹായ്, നമുക്കിന്ന് മാങ്ങയും ചക്കക്കുരുവും ഉണക്ക ചെമ്മീനും എങ്ങനെയാണ് കറി വെക്കുന്നത് നോക്കാം. ഇതിനാവശ്യമായ ഒരു ചട്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ആദ്യം ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചക്കക്കുരുവിന് വേവ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം തന്നെ ചെമ്മീനും മാങ്ങയും ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പം ചക്കക്കുരു ഒരു മുക്കാൽ വേവായതിനു ശേഷം മാത്രം നമുക്ക് മാങ്ങയും ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചക്കക്കുരു ഒരു കപ്പ് ചക്കക്കുരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യാനുസരണം പച്ചമുളക് ചേർക്കാം. അതിനുശേഷം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ഈ ചക്കക്കുരു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഇത് വേകാനായിട്ട് വെക്കാം. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ചട്ടി വെച്ചതിന് ശേഷം ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീ എപ്പോഴും സിമ്മിലാക്കിയിട്ടിടുക. എന്നിട്ട് മെല്ലെ ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. നന്നായിട്ട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട. ജസ്റ്റ് ചെമ്മീനൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇപ്പം ചെമ്മീൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഴുകിയെടുക്കാം. ചെമ്മീൻ കഴുകാതെ ഉപയോഗിച്ചാൽ ഈ കറിയിലിട്ടാൽ എന്ത് ചെയ്യും, അത് കറിയിൽ കിടന്ന് വല്ലാതെ കുഴഞ്ഞു പോകും. അപ്പോൾ വറുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് കഴുകിയെടുക്കാം. ഇത് ചക്കക്കുരു ഇവിടെ മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മാങ്ങയും അതുപോലെ തന്നെ നമ്മൾ വറുത്ത് കഴുകി വെച്ച ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കുറവാണെങ്കിൽ അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചു നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. കറി ഒരുപാട് വേണമെങ്കിൽ തേങ്ങ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ 2 തണ്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ചെറിയ ഉള്ളിയുടെ അല്ലിയും. ഇനി നമുക്ക് ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഇത് ചെറിയ ജീരകമാണ്, അപ്പം അതിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിൽ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറി നന്നായിട്ട് കുറുകിയിട്ടാണ് വേണ്ടതെങ്കിൽ അധികം വെള്ളം ചേർക്കണ്ട. അതല്ല, ഇത് ഒഴിച്ചു കറിയാണ്, നന്നായിട്ട് ലൂസായിട്ടാണ് കറി വേണ്ടതെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇത്ര വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കറി ഒന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ചെറിയ ചട്ടി വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് ഉലുവയാണ്. ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കൊച്ചുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കൊച്ചുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കരിവേപ്പില നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു മാങ്ങ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഒഴിച്ചു കറിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ.